ആ അപ്രോച്ച് തന്നെ അവരുടെ നിലപാട് വെളിപ്പെടുത്തുന്നില്ല. അതൊരു വലിയ വെളിപ്പെടുത്തലല്ലേ. പിന്നെ ഞാൻ അന്നേരം ഇടപെട്ട് സംസാരിച്ചില്ല എന്നേ ഉള്ളൂ. എന്നാൽ താൻ കേസ് കൊട് എന്ന് നമ്മുടെ നാട്ടിൽ പറയില്ല, ഒരു സിനിമയ്ക്കും അങ്ങനെ പേര് വന്നു. ആ അപ്രോച്ചാണ് BJP എടുക്കുന്നത്. എൻ്റെ പോയിന്റ് ഇതാണ്, ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് പ്രോസസ്സ് നടക്കുന്ന രാജ്യം ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. BJP ഭരണകക്ഷിയാണ്. അങ്ങനെ ഒരു പാർട്ടി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഇലക്ഷൻ, അത് ഏതോ ആയിക്കോട്ടെ, ഡൽഹി ആയിക്കോട്ടെ അല്ലെങ്കിൽ മഹാരാഷ്ട്ര ആയിക്കോട്ടെ, ഇന്ത്യയിലെ ഒരു സംസ്ഥാന ഇലക്ഷനിൽ ബൾക്കായി വോട്ടുകൾ റിമൂവ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ബൾക്കായി വോട്ടുകൾ ചേർക്കപ്പെടുന്നു. ഈ ബൾക്കായ റിമൂവൽ ഒരു പ്രോപ്പർ സംഗതിയല്ല, അതൊരു സംശയിക്കേണ്ട സംഗതിയാണെന്ന് നമുക്ക് ഇലക്ഷൻ റൂൾസ് പരിശോധിച്ചാൽ, ഇലക്ഷൻ കമ്മീഷൻ്റെ മാനുവൽ പരിശോധിച്ചാൽ മനസ്സിലാവും. കാരണം അതിൽ തന്നെ അതിലൊരു സേഫ്റ്റി മെഷർ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു ദിവസം 10-ലധികം അപേക്ഷ കൊടുക്കാൻ പറ്റില്ല. ഇത്ര എണ്ണത്തിലധികം അപേക്ഷ വന്നാൽ അതിലൊരു സൂപ്പർവൈസറി പരിശോധന വേണം എന്ന് റൂൾസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊരു ക്ലോസ് റൂൾസിൽ വരാൻ കാരണം എന്താണ്? ബൾക്ക് അപേക്ഷ എന്നുള്ളത് സംശയദൃഷ്ടിയോടെ കാണണം എന്നുള്ളതുകൊണ്ട്. അപ്പം അങ്ങനെ വലിയ തോതിൽ വോട്ടുകൾ ചേർക്കുകയും റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള രേഖകൾ വന്നു. ഇനി നേരത്തെ BJPയുടെ നേതാവ് പറഞ്ഞു, ഇത് ഞങ്ങൾ പത്രവാർത്തകളൊന്നുമല്ല കൊടുത്തത്, 3000 പേജ് എവിഡൻസ് എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ ഡോക്യുമെൻറ്റ്സ് ആണ്. അതായത് ഇലക്ടർ റോളുകൾ, പിന്നെ ഫോം 7 അപേക്ഷയെ സമർപ്പിച്ച ഫോം 7, അതിന് അയച്ച നോട്ടീസുകൾ, ഇതെല്ലാം ഈ രേഖകൾ കൃത്യമായി ഈ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഇനി നമുക്ക് ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്നത് തെരഞ്ഞെടുപ്പ് ഹർജികളുമായി ഹൈക്കോടതിയിൽ പോവുകയാണ്. അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. അതിനുള്ള പിന്നെ രേഖകൾ കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ് ഞങ്ങൾ ഇപ്പോഴുള്ളത്. പക്ഷേ എൻ്റെ ഒന്നാമത്തെ പോയിന്റ്, BJP അതിനെ തള്ളുകയാണ്. അതിൻ്റെ മെറിറ്റിലേക്ക് കിടക്കാതെ നിങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് BJPയോട് പറയാനുള്ളത്, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇതിൻ്റെ പുറകിൽ നിങ്ങളല്ലേ എന്ന് സംശയം തോന്നും. അതുകൊണ്ട് താങ്കൾ അടുത്ത റെസ്പോൺസിലെങ്കിലും ആ സംശയം ഒന്ന് ദൂരീകരിക്കണം.